ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമ ദാവീദ്, ആന്റണി വർഗീസ് പെപ്പയുടെ ദാവീദ് എന്ന സിനിമ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തു. സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഗോവിന്ദ് വിഷ്ണുവാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ദീപു രാജീവനും ഗോവിന്ദ് വിഷ്ണു ചേർന്നാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ആന്റണി വർഗീസ് പെപ്പയുടെ കൂടാതെ പിന്നെ ലിജോ മോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ്, കിച്ചു ടെല്ലസ്, പിന്നെ മോ ഇസ്മയിൽ എന്ന് പറഞ്ഞൊരു യഥാർത്ഥ ഒരു ബോക്സറാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കുക. സ്റ്റോറി പറയുന്നില്ല, അത് നിങ്ങൾ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. ഒന്നും അറിയാതെ പോയി കാണുന്നതിൻ്റെ ഈ നന്നാവുക. എന്തായാലും ട്രെയിലർ കണ്ടിട്ടുണ്ടല്ലോ, ട്രെയിലർ നല്ല അഭിപ്രായമായിരുന്നു ട്രെയിലർ ഉണ്ടായിരുന്നത്. അപ്പം സിനിമയുടെ എന്താ പറയുക, ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് നോക്കാം. സിനിമയുടെ സ്റ്റോറി കുഴപ്പമില്ലാത്ത ഒരു ആസ് യൂഷ്വൽ സംഭവം തന്നെയായിരുന്നു. നമ്മൾ എന്താ പറയുക, പ്രഡിക്റ്റബിൾ ആയിരുന്നു സംഭവം. പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സിനിമ തുടങ്ങിയ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന ആയിരുന്നു. പക്ഷെ എന്നാലും ക്ലൈമാക്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പറയിപ്പിക്കാത്ത ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ്. ആന്റണി വർഗീസ് പെപ്പയുടെയും പിന്നെ ലിജോ മോൾ ജോസിന്റെ കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ട് ആ പെർഫോമൻസുകളൊക്കെ എല്ലാവരും നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടോ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിലും എന്താ പറയാ ഒരേപോലെ അഭിനയവും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആ രീതിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അജു വർഗീസ് ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. പിന്നെ ആന്റണി വർഗീസ് പെപ്പയുടെ ലിജോ മോൾ ജോസിന്റെ മകളായിട്ട് വന്ന ഒരു കഥാപാത്രമുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് മുതൽ അവസാനം വരെ ഉണ്ട് തന്നെ പറയാവുന്ന രീതിയിലുള്ളൊരു പിന്നെ കഥാപാത്രമാണ്. അപ്പം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ നമ്മളെ എന്താ പറയാ, നമ്മൾ കണ്ടിരിക്കാവുന്ന രീതിയിൽ അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ രസമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്ക് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത്, സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ആ ഒരു സമയത്ത് ഒരു കിടില ഒരു സംഭവമുണ്ട്. അതിന് ശേഷം അങ്ങോട്ട് എന്താ പറയാ, പിന്നെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ആ ഒരു സമയം വരെ എന്താ പറയാ, കുറച്ചൊരു ലാഗ്, മെല്ലെപ്പോക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ചെയ്യുന്ന സമയത്ത് ക്ലൈമാക്സ് നല്ലൊരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ കണ്ട് വരുന്ന ആ ഒരു സംഭവം അതിൽ നിന്നും മാറി ചിന്തിച്ച് ആ ഒരു രീതിയിൽ ആ ഒരു ക്ലൈമാക്സ് തീർത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതല്ലായിരുന്നു അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ പ്രതീക്ഷ വേറെ ഒന്നായിരുന്നു. ഇവരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ പ്രഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും ക്ലൈമാക്സിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം അല്ലായിരുന്നു ക്ലൈമാക്സിൽ നമുക്ക് തന്നത്. പക്ഷെ അത് നൈസായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ആ സംഭവം എന്നുള്ളത്. കണ്ടുപോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പിന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഈ ഒരു ക്ലൈമാക്സ്, ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് സംഭവം ആന്റണി വർഗീസ് പെപ്പയുടെ ഒരു അടിപ്പടം എന്ന് പറയുമ്പോൾ കിൻഡലടി നമ്മൾ പ്രതീക്ഷിക്കും. കിൻഡലടി ഉണ്ട്, കിൻഡലടി ഇല്ല എന്നുള്ളതല്ല. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1-2 കിൻഡലടികൾ കാണിക്കുന്നുണ്ട്. ആ ഒരു കിൻഡൽ അടി തന്നെയാണ്, ഒരു കിൻഡൽ പഞ്ച് തന്നെയാണ് ഈ ഒരു സിനിമയുടെ എന്താ പറയാ, ആ ഒരു സിനിമയുടെ ബാക്കിയുള്ള കഥ എന്ന് പറയുന്നത് ഒരു കിൻഡൽ പഞ്ച് തന്നെയാണെന്നുള്ളതാണ്. പിന്നെ വേറൊരു ലുക്കിൽ വരുന്നുണ്ട് ആന്റണി വർഗീസ്. സൂപ്പർ ലുക്കായിരുന്നു കേട്ടോ. ഒരു 10 വർഷം മുമ്പുള്ള ഒരു കഥാപാത്രം, 10-14 വർഷം മുമ്പുള്ള ആ ഒരു പിന്നെ ആന്റണി വർഗീസ് പെപ്പയുടെ ആ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. നല്ലൊരു മേക്ക് ഓവർ തന്നെയായിരുന്നു ആ സംഭവം എന്നുള്ളത്. എന്തായാലും ഒരു കിഡിലൻ മൂവി ഒന്നും പറയില്ല, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു ഡീസന്റ് വാച്ച് മൂവി ആയിട്ടാണ് ദാവീദ് എന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്പോർട്സ് മൂവി ആയാലൊരു പിന്നെ എന്താ പറയാ, ഈ ബോക്സിങ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു മലയാള സിനിമയാണെന്ന് നോക്കിയാൽ ഗോദയാണ്. പക്ഷെ ഗോദയൊക്കെ നമ്മൾ ഗോദ എന്ന ആ ഒരു സിനിമയൊക്കെ പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഗോദ വേറെ സ്പോർട്സ് ജേണർ ആണെങ്കിൽ പോലും അതിന്റെ ഒരു മോട്ടീവ് വേറെ ആയിരുന്നു, ആ ഒരു സംഭവം വേറെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു വേറെ പറഞ്ഞാൽ ഇത് വേറൊരു സംഭവമാണ്. ഒരു ഗോദയൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു നിരാശയായിരിക്കും ഫലം. പക്ഷെ ഒരു കുഴപ്പമില്ല,
കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ മ്യൂസിക് ഒക്കെ സൂപ്പർ മ്യൂസിക് ആയിരുന്നു. മ്യൂസിക് കേൾക്കാൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റിൻ വർഗീസ് ആണ് മ്യൂസിക് കേൾക്കാൻ ചെയ്തിട്ടുള്ളത്. നല്ല വർക്കാണ്. പിന്നെ ക്യാമറ കാഴ്ചകളൊക്കെ വളരെ നന്നായിരുന്നു. ഈ കോഴിക്കോട് പൂളാടിക്കുന്നുള്ള ആ ഒരു സംഭവം, ആ സ്ഥലങ്ങളൊക്കെ കാണിച്ച് നല്ല രസമുണ്ടായിരുന്നു. അതോടെ തന്നെയാണോ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല, എന്നാലും ആ ഒരു കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ട് തന്നെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാം. ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും